إن الحمد لله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൻ-നിസാ 89-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. യുദ്ധ സാഹചര്യവുമായി ബന്ധപ്പെട്ട അവതരിച്ചായത്താണ്. നോക്കൂ നിങ്ങൾ. മുസ്ലിമീങ്ങളോട് പ്രത്യക്ഷത്തിൽ യുദ്ധം പ്രഖ്യാപിക്കുകയും എവിടെ വെച്ച് മുസ്ലിമീങ്ങളെ കണ്ടെടുത്ത് വെച്ചുകൊണ്ട് അവരെ കൊലപ്പെടുത്താൻ വേണ്ടി അവർ മുന്നിട്ടിറങ്ങി വന്ന ആ ശത്രുക്കൾ, ആ ശത്രു രാജ്യമായ മക്ക, അതുമായി ബന്ധപ്പെട്ട അവതരിച്ചായത്താണ്. വദ്ദു, അവരാഗ്രഹിക്കുകയാണ്, ആ ശത്രുക്കൾ ആഗ്രഹിക്കുകയാണ്. ലൗ തക്ഫുറൂന, നിങ്ങൾ അവിശ്വസിച്ചെങ്കിൽ എന്നവർ ആഗ്രഹിക്കുകയാണ്. കമാ കഫറു, അവർ അവിശ്വസിച്ചതുപോലെ. ഫതകൂനൂന സവാൻ, എന്നിട്ട് രണ്ടുപേരും ഇരുകൂട്ടരും സമമാകാൻ അവർ ആഗ്രഹിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, മുഅ്മിനീങ്ങൾ എങ്ങനെയെങ്കിലും അവിശ്വാസികളായി മാറിയെങ്കിൽ എന്നാണ് അവർ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നിട്ടുള്ള പറയുകയാണ്, വലാ തത്തഖിദൂ മിൻഹും ഔലിയാ, നിങ്ങൾ ഒരിക്കലും അവരിൽ നിന്നും ബന്ധുമിത്രാദികളെ സ്വീകരിക്കാൻ പാടില്ല. നോക്കൂ നിങ്ങൾ, അടുത്ത ആ ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ ഒരിക്കലും അവരുമായി ഉണ്ടാക്കാൻ പാടില്ല. ഒരു വിദൂരത പാലിക്കണം എന്നാണ് ശത്രുക്കളുമായി. ഹത്താ, ഏതുവരെ? യുഹാജിറൂ ഫീ സബീലില്ല, അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ പോകുന്നത് വരെ. സത്യവിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും നിർബന്ധമായും മദീനത്തേക്ക് ഹിജ്റ പോകണം എന്നുള്ള വിധി വന്നതിന് ശേഷമാണത്. ആ രൂപത്തിൽ അവർ ഹിജ്റ പോകുന്നത് വരെ ഒരിക്കലും നിങ്ങൾ അവരുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും പാടില്ലെന്നാണ് അല്ലാഹു പറയുന്നത്. ഇത് യുദ്ധ സാഹചര്യവുമായി ബന്ധപ്പെട്ട് അവതരിച്ചതാണ്. അതിനുശേഷം അല്ലാഹു പറയുന്നു, ഫഇൻ തവല്ലു, ഇനി അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ ഫഖുദൂഹും, നിങ്ങൾ അവരെ പിടികൂടുവിൻ. വഖ്തുലൂഹും, നിങ്ങൾ അവരെ വധിച്ചു കളയുവിൻ. ഹൈസു വജത്തുമൂഹും, നിങ്ങൾ കണ്ടുകിട്ടിയിടത്ത് വെച്ചെന്ന് പറഞ്ഞാൽ ഇതൊരു യുദ്ധ സാഹചര്യമാണ്. യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ആ രൂപത്തിൽ യുദ്ധപ്രഖ്യാപനം മുഅ്മിനീങ്ങളോട് നടത്തിയ ആ ശത്രുക്കളെ നിങ്ങൾക്ക് വധിക്കാനുള്ള അധികാരമുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ കൂടി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലാതെ ഏതെങ്കിലും നിരപരാധികളെ പിടിച്ചുകൊണ്ട് തലപെട്ടണമെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. വലാ തത്തഖിദൂ മിൻഹും, അവരിൽ നിന്നും നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല വലിയൊരു രക്ഷാധികാരിയും വലാ നസീറൻ, ഒരു സഹായിയെയും. നോക്കൂ നിങ്ങൾ, അവർ ശത്രുക്കളാണ്. പ്രത്യക്ഷമായി നിങ്ങളുടെ സ്വരാജ്യത്തിൽ നിങ്ങളെ പുറത്താക്കിയവരാണ്. നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ അട്ടിയകറ്റിയവരാണ്. അങ്ങനെ നിങ്ങളുടെ സ്വദേശം വെടിഞ്ഞു പോകാൻ നിർബന്ധിതരാക്കിയവരാണ് അവർ. അതുകൊണ്ട് ആ ശത്രുക്കളുമായി കടുത്ത നിലപാട് നിങ്ങൾ സ്വീകരിക്കണമെന്ന് ആദ്യകാലഘട്ടത്തിൽ ആ യുദ്ധ പ്രഖ്യാപനം നടത്തിയ ആയത്തുകൾപ്പെട്ട ഒരായത്താണിത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.